മാസപ്പടി കേസിൽ നിർണായക എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടപടികൾ തുടരുന്നു. കേസുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന്റെ ഭാഗമായി വീണ വിജയന്റെ ലോക്കർ ഇഡി പരിശോധനയ്ക്ക് വിധേയമാക്കി. തിരുവനന്തപുരം ആയുർവേദ കോളേജിന് സമീപമുള്ള HDFC ബാങ്കിലാണ് പരിശോധന നടന്നത്. കഴിഞ്ഞ ദിവസം നടന്ന ചോദ്യം ചെയ്യലിനിടെ വീണ വിജയൻ ഇഡി ഉദ്യോഗസ്ഥർക്ക് ബാങ്ക് നിക്ഷേപവുമായി ബന്ധപ്പെട്ട ചില രേഖകൾ കൈമാറിയിരുന്നു. ഈ രേഖകളുടെ അടിസ്ഥാനത്തിലാണ് ലോക്കർ പരിശോധിക്കാൻ ഇഡി തീരുമാനിച്ചത്. കേന്ദ്രസേനയുടെ കർശന സുരക്ഷയിലാണ് നിലവിൽ പരിശോധന പുരോഗമിക്കുന്നത്. CMRL കമ്പനിയും എക്സാലോജിക് സൊല്യൂഷൻ സ്ഥാപനവും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകളെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടക്കുന്നത്. എക്സാലോജിക് സൊല്യൂഷൻ ഉടമയും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളുമായ വീണ വിജയനെയാണ് ഇഡി കഴിഞ്ഞ ദിവസം ദീർഘനേരം ചോദ്യം ചെയ്തത്. ഏകദേശം 9 മണിക്കൂറോളം നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷം വൈകിട്ട് 6:30യോടെയാണ് നടപടികൾ അവസാനിപ്പിച്ചത്. രാവിലെ 11 മണിയോടെ ആരംഭിച്ച ചോദ്യം ചെയ്യൽ 3 തവണ ഇടവേള നൽകി തുടരുകയായിരുന്നു. രേഖപ്പെടുത്തിയ മറുപടികൾ വായിച്ചു കേട്ട ശേഷമാണ് നടപടികൾ പൂർത്തിയാക്കിയത്. രാത്രി 7:52ഓടെ വീണ വിജയൻ ഇഡി ഓഫീസിൽ നിന്നും പുറത്തുവന്നു. CMRLൽ നിന്നും 2.72 കോടി രൂപ ലഭിച്ചത് സോഫ്റ്റ്വെയർ പരിപാലന സേവനങ്ങൾക്കായിരുന്നുവെന്ന് വീണ വിശദമായ വിവരം ഇഡിക്ക് കൈമാറിയിട്ടുണ്ട്. എന്നാൽ കമ്പനിയുടെ പ്രവർത്തനം അവസാനിച്ച സാഹചര്യത്തിൽ സേവനങ്ങളുടെ വിശദാംശങ്ങളോ രേഖകളോ നൽകാൻ സാധിച്ചില്ലെന്നും അവർ വ്യക്തമാക്കിയതായി റിപ്പോർട്ടുകൾ പറയുന്നു. ബാങ്ക് അക്കൗണ്ടുകളിലൂടെ ലഭിച്ച പണം എവിടെ നിന്നാണ് വന്നത്, എങ്ങനെ ചിലവഴിച്ചു തുടങ്ങിയ കാര്യങ്ങളിൽ ഇഡി വിശദീകരണം തേടി.